അപ്പോൾ ഗൈസ് DC-യിലെ പുതിയ ഗ്രീൻ ലാന്റേൺ സീരീസിൻ്റെ ആദ്യ എപ്പിസോഡ് അങ്ങനെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് തീരുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ കാര്യമാണ് ഇതിൻ്റെ എൻഡിങ്ങിൽ സംഭവിച്ചിട്ടുള്ളത്. അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം ഈ എപ്പിസോഡിൽ കാണുന്ന സംഭവങ്ങളെല്ലാം എങ്ങനെ തമ്മിൽ കണക്ട് ആകുന്നു എന്നതാണ്. സോ ലാന്റേൺസ് എന്ന ഈ ഒരു സീരീസിൻ്റെ എപ്പിസോഡ് 1-ൽ ആക്ച്വലി എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് സിമ്പിളായിട്ട് തന്നെ നോക്കാം. എപ്പിസോഡ് തുടങ്ങുന്നത് 1996-ലാണ്. അന്ന് ചെറിയ ജോൺ സ്റ്റുവർട്ട് തൻ്റെ സഹോദരനോടൊപ്പം ഗ്രീൻ ലാന്റേൺ ഹാൽ ജോർഡനെ കുറിച്ചുള്ള ഒരു TV ഇന്റർവ്യൂ കാണുകയാണ്. ഇവിടെ തന്നെ ഹാൽ ജോർഡൻ ഭൂമിയിലെ ഒരു ഗ്രീൻ ലാന്റേൺ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. പിന്നെ സ്റ്റോറി 2016-ലേക്ക് ജമ്പ് ചെയ്യുന്നു. ഇവിടെ ഹാൽ ജോർഡൻ ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗ്രീൻ ലാന്റേൺ ആണ്. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞ് തന്റെ പൊസിഷൻ ജോൺ സ്റ്റുവർട്ടിന് കൈമാറേണ്ടി വരുമെന്ന് ലാന്റേൺസ് കോർപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ജോണിന് ഗ്രീൻ ലാന്റേണായി ട്രെയിനിങ് നൽകുന്നത് ഹാൽ തന്നെയാണ്. പക്ഷെ രണ്ടുപേരുടെ റിലേഷൻഷിപ്പ് അത്ര സ്മൂത്ത് ഒന്നുമല്ല. ഹാൽ ഒരു എക്സ്പീരിയൻസ്ഡ് വെറ്ററൻ ആണ്, ജോൺ ഇപ്പോഴും ഒരു പുതിയ ആളാണ്. അതുകൊണ്ട് ഇരുവരുടെയും പേഴ്സണാലിറ്റിയിലും അപ്രോച്ചിലും വലിയ ഡിഫറൻസ് കാണാം. അപ്പോഴാണ് നെബ്രാസ്കയിലെ റാഷ്വെൽ എന്നുള്ള ചെറിയൊരു ടൗണിൽ ഒരു മിസ്റ്റീരിയസ് കേസ് വരുന്നത്. ആദ്യം ഇതൊരു സാധാരണ ലോക്കൽ ക്രൈം പോലെയാണ് തോന്നുന്നതെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുമ്പോഴാണ് ഇതൊരു ഏലിയൻസുമായും ഗ്രീൻ ലാന്റേൺ മിത്തോളജിയുമായി കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം സൂചന നൽകുന്നത്. ഹാലിന് ഈ ഒരു ടൗണുമായി ഇതിനു മുമ്പ് തന്നെ ഒരു കണക്ഷൻ ഉള്ളതായി എപ്പിസോഡിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ജോൺ സ്റ്റുവർട്ടിനെ കൂടെ കൂട്ടി ഹാൽ ഈ ഒരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷേ ഇവർ അന്വേഷിക്കുന്നതിനിടയിൽ തന്നെ എപ്പിസോഡ് നമ്മളെ മറ്റൊരു ടൈം ലൈനിലേക്ക് കൊണ്ടുപോകുന്നു. 2026 ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡിന്റെ ആ ഒരു എൻഡിങ്ങിലുള്ള വലിയ സംഭവം നടക്കുന്നത്. ജോൺ സ്റ്റുവർട്ട് റാഷ്വലിലേക്ക് തിരികെ പോകുമ്പോൾ ഹാൽ ജോർഡന്റെ ഡെഡ് ബോഡിയാണ് കണ്ടെത്തുന്നത്. ഹാലിന് വെടിയേറ്റതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഹാലിന്റെ കയ്യിലെ ഗ്രീൻ ലാന്റേൺ റിംഗ് അവിടെ ഇല്ല. അപ്പോൾ നാച്ചുറലി ഒരു വലിയ ക്വസ്റ്റ്യൻ വരും, ഹാലിനെ ആരാണ് കൊന്നത്, എന്തിനാണ് കൊന്നത്, റിംഗ് എവിടെ പോയി? ഇവിടെയാണ് എപ്പിസോഡ് നമ്മളോട് പറയുന്നത് ഇതൊരു നോർമൽ സൂപ്പർ ഹീറോ സ്റ്റോറി അല്ലെന്ന്. ഇതൊരു മർഡർ മിസ്റ്ററിയാണ്. ഹാൽ ജോർഡന്റെ ഡെത്ത് അന്വേഷിക്കുന്ന ജോൺ സ്റ്റുവർട്ടിനെ ആയിരിക്കും. അതേസമയം 2016 ടൈം ലൈനിൽ ഹാലും ജോണും എങ്ങനെ ഈ ഒരു മിസ്റ്ററിയിലേക്ക് എത്തി എന്നതും നമ്മൾ പതിയെ മനസ്സിലാക്കും. അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് 1-ൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആൻസേഴ്സിനെ കാട്ടി കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ്. ഹാൽ ശരിക്കും മരിച്ചോ? റിംഗ് ആരുടെ കയ്യിലാണ്? റഷ്വെല്ലിലെ ഈ ഒരു സംഭവങ്ങൾക്ക് പിന്നിൽ ഏലിയൻസ് ആണോ, അതോ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും വലിയ കോൺസ്പിറസീസ് ഉണ്ടോ? ഈ ഒരു എപ്പിസോഡിൽ ഇതിനുള്ള ആൻസേഴ്സ് ഒന്നും അവർ തന്നിട്ടില്ല. ഈ ഒരു മിസ്റ്ററി തന്നെയായിരിക്കും സീസൺ 1-ന്റെ മെയിൻ സ്റ്റോറി ആയിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം, ഈ സീരീസിന്റെ ടോൺ തന്നെ മറ്റ് സൂപ്പർ ഹീറോ ഷോസിൽ നിന്ന് വളരെ ഡിഫറൻ്റ് ആണ്. വലിയ CGI ഫൈറ്റ്സിനേക്കാൾ ഇൻവെസ്റ്റിഗേഷൻ, ക്യാരക്ടർ ഡെവലപ്മെന്റ്, മിസ്റ്ററി എന്നിവയ്ക്കാണ് കൂടുതൽ ഫോക്കസ്. അതുകൊണ്ട് പലരും ഇതിനെ ഗ്രീൻ ലാന്റേൺ പ്ലസ് ട്രൂ ഡിറ്റക്റ്റീവ് പോലെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ എപ്പിസോഡ് 1 സിമ്പിളായിട്ട് പറഞ്ഞാൽ ജോൺ സ്റ്റുവർട്ട് പുതിയ ഗ്രീൻ ലാന്റേൺ ആയി തന്റെ ട്രെയിനിങ് തുടങ്ങുന്നു. വെറ്ററൻ ഗ്രീൻ ലാന്റേൺ ആയ ഹാൽ ജോർഡൻ അവനെ ഗൈഡ് ചെയ്യുന്നു. ഇരുവരും നെബ്രാസ്കയിലെ ഒരു മിസ്റ്റീരിയസ് കേസ് അന്വേഷിക്കുന്നു. പക്ഷേ സ്റ്റോറിയുടെ ഫ്യൂച്ചർ ടൈം ലൈനിൽ ജോൺ തന്നെ ഹാലിന്റെ ഡെഡ് ബോഡി കണ്ടെത്തുന്നു. ഇനി യഥാർത്ഥ മിസ്റ്ററി തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എപ്പിസോഡ് 1 കണ്ടവരാണെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ ഫാൻ തിയറീസും കാര്യങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള DC, മാർവൽ കോമിക്സ്, മൂവീസ് ആൻഡ് സീരീസ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ മലയാളത്തിൽ കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ ഇനി ലാന്റേൺസിന്റെ ഓരോ എപ്പിസോഡ് വരുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഇതുപോലെ തന്നെ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.